നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികൾ സഭയുടെ അഭിമാനങ്ങളാണ്, ശക്തിയാണ്. സഭയ്ക്ക് വേണ്ടി ധീരതയോടെ ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് ആദിമസഭ രക്തസാക്ഷികളുടെ വസന്തകാലമായിരുന്നു. ഈ കാലഘട്ടത്തിൽ 80-ലധികം രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 12 പേരിൽ 2 പേര്, 12 ക്രിസ്ത്യാനികളിൽ 2 ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളാണ് ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുന്നത്. പീഡനം എന്നാൽ വധിക്കപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, നീതി നിഷേധിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ വിവിധ രീതികളിലാണ് പീഡനങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ ആദ്യമ സഭയിലുണ്ടായിരുന്ന അതിനേക്കാൾ കൂടുതൽ രക്തസാക്ഷിത്വം ഇന്ന് സഭയ്ക്കുണ്ട്. രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. രക്തസാക്ഷിത്വം സഭയുടെ കരുത്താണ്, ശക്തിയാണ്. രക്തസാക്ഷികളാണ് സഭയുടെ ജീവൻ. അത് വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതാണ്. അവരെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ ശക്തി നമുക്ക് ലഭിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് ഫ്രാൻസിലെ മർസയിലെ വിശുദ്ധ വിക്ടർ, ഏഷ്യ മൈനറിലെ വിശുദ്ധ മാക്സിമിയൂസ്. വിശുദ്ധ മാക്സിമോസ്, മർസയിലെ വിശുദ്ധ വിക്ടർ. ഫ്രാൻസിലെ ഏറ്റവും ബഹുമാനിതരായ രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ വിക്ടർ. അത്ഭുത രോഗശാന്തികളും കൃപകളും വിശുദ്ധ വിക്ടറിന്റെ മധ്യസ്ഥയാൽ വർഷിക്കപ്പെടുന്നു. ക്രിസ്തുവിനു വേണ്ടി പീഡനങ്ങളും മരണവും ഏറ്റുവാങ്ങിയ ആരെയും ക്രിസ്തു ഉപേക്ഷിക്കുകയില്ല എന്നുപോലെ വിശുദ്ധ വിക്ടറിനെയും സ്വർഗീയാരാമ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. റോമൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിട്ടുകൂടി വിശുദ്ധ വിക്ടർ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ വ്യതിചലിക്കാതെ ദൈവവചനം അനുവർത്തിച്ചു ജീവിച്ചു. മാക്സിമിയൻ ചക്രവർത്തി ക്രിസ്തു വിശ്വാസികൾക്കെതിരെ കഠോര പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഭരണകാലത്തായിരുന്നു വിശുദ്ധ വിക്ടർ റോമൻ സൈന്യത്തിൽ ചേരുന്നതും. വിശ്വാസികളുടെ ഭവനങ്ങളിൽ കയറിയിറങ്ങി ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ആവശ്യം വന്നാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ മടിക്കരുതെന്നും ഉപദേശം നൽകി വിശുദ്ധ വിക്ടർ വിശ്വാസികൾക്ക് പിൻബലം നൽകി. നിസാരക്കാരനായിരുന്നില്ല വിശുദ്ധ വിക്ടർ. മാക്സിമിയൻ ചക്രവർത്തി, റോമിലെ ചക്രവർത്തി മാക്സിമിയൻ ചക്രവർത്തിയുടെ സൈന്യാധിപന്മാരിൽ ഒരാളായി. സാധാരണ സൈന്യാധിപനായിരുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപനായിരുന്നു
വിക്ടർ. 313 സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. റോമിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. 290 ആയപ്പോഴേക്കും റോമിലുള്ള ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു. മതമർദ്ദനത്തെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടല്ലോ സഭ. 17 ചക്രവർത്തിമാർ 250 വർഷത്തിലധികം സഭയെ ഇല്ലാതാക്കാൻ വേണ്ടി ആളുകളെ നിഷ്ഠൂരം വധിച്ചു. പക്ഷേ എത്ര വധിക്കുവാൻ പരിശ്രമിക്കുന്ന അത്ര ശക്തിയോടുകൂടി ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എന്തൊരു അത്ഭുതമല്ലേ. അവിടെ 290. അപ്പോൾ പിന്നീട് അധികം കാലമില്ല. അപ്പോൾ മർദ്ദനത്തിൻ്റെ 305 ഏറ്റവും വലിയ മതമർദ്ദനം ഉണ്ടായത്. അപ്പോൾ ആ കാലഘട്ടത്തെ മതമർദ്ദനത്തിൻ്റെ ശക്തമായ കാലഘട്ടം അവസാനിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിൽ അവിടെ വിക്ടർ എന്ന സൈന്യാധിപൻ, മാക്സിമിയൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരിൽ അക്കാര്യം പ്രധാനമായിട്ട് നോക്കുകയാണ്. ഈ മാക്സിമിയൻ ചക്രവർത്തി ഈ മഴ്സയിൽ എത്തുകയാണ്, ഫ്രാൻസിലെ. അവിടെ വളരെ ശക്തമായ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു. ചക്രവർത്തി വരുന്നുണ്ടെന്ന് കേട്ടതേ ആളുകൾക്കെല്ലാം ഭയമായി. പീഡനമുണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അവർക്ക് ഭയമുണ്ടായി. എന്നാൽ അടുത്ത് നിൽക്കുന്ന സൈന്യാധിപനായ വിക്ടർ എന്താണ് ചെയ്തത്? വൈകുന്നേരം രാത്രി കാലങ്ങളിൽ ഓരോ ഭവനത്തിലും കയറി ചെന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ധീരതയോടുകൂടി നിൽക്കുക, വിശ്വാസം ത്യജിക്കരുത്, വിശ്വാസം കൈവെടിയരുത്, ധീരതയോടുകൂടി നിങ്ങളായിരിക്കുക എന്ന് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തും. ഈ വിക്ടറിൻ്റെ ഈ പ്രവൃത്തി നിർഭാഗ്യവശാൽ ചക്രവർത്തിയോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു ചിലർ മനസ്സിലാക്കുകയും ഇക്കാര്യം ചക്രവർത്തിയുടെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തു. വിശ്വസിക്കാൻ സാധിച്ചില്ല. സ്വന്തം പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൈന്യാധിപൻ, തൻ്റെ അംഗരക്ഷകൻ തൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് നീങ്ങുന്നു. വിക്ടറിനോട് ചക്രവർത്തി പറഞ്ഞു, പിന്മാറുക. പക്ഷേ വിക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കും. പല വിധത്തിലുള്ള പ്രലോഭനം അദ്ദേഹത്തിന് നൽകിയെങ്കിലും വിശുദ്ധ വിക്ടർ അതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറായില്ല. വിശ്വാസ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന വിശുദ്ധ വിക്ടറിൻ്റെ ശുശ്രൂഷകളെ ചക്രവർത്തി കണ്ടെത്തുകയും കോപാക്രാന്തനായി തെരുവീഥിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന വിശുദ്ധ വിക്ടറിനോട് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ആക്രോശിച്ചു. വിശുദ്ധൻ അത് നിരസിക്കുകയും യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്നും നിങ്ങൾക്കിഷ്ടം പോലെ എന്നെ പീഡിപ്പിച്ചുകൊള്ളുക എന്നും ഉരുവിട്ടു. വിശുദ്ധനെ ക്രൂരമായി പീഡിപ്പിച്ച് തൂണിൽ ഉയർത്തി കെട്ടിത്തൂക്കി. അതേ തുടർന്ന് ഇരുൾമുറിയിലടയ്ക്കുകയും ചെയ്തു. വിശുദ്ധന് കാവൽ നിന്നിരുന്ന ഭടന്മാർ അദ്ദേഹത്തിൽ ആകൃഷ്ടനായി വിശ്വാസികളായി തീരുകയും ആ രാത്രിയിൽ തന്നെ വിശുദ്ധനെയും കൂട്ടി കടൽ തീരത്ത് ചെല്ലുകയും ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെടുകയുമുണ്ടായി. രാത്രി കഴിയും മുമ്പേ തിരിച്ച് തടവറയിലെത്തിയെങ്കിലും അവരുടെ ചെയ്തികളെ ചക്രവർത്തി മനസ്സിലാക്കി. 4 പേരെയും ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അവർ മൂവരെയും ശിരച്ഛേദം ചെയ്യുകയും വിശുദ്ധനെ തുകൽവാറുകൊണ്ടടിക്കുകയും ശരീരം മുള്ളുകൊണ്ട് വരഞ്ഞു കീറുകയും ചെയ്ത ശേഷം തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ അവസാനമായ ഒരവസരം കൂടി നൽകിയെങ്കിലും ഉയർന്ന സ്വരത്തിൽ നിഷേധിച്ച വിശുദ്ധ വിക്ടറിനെ പീഡനങ്ങൾക്ക് ശേഷം ശിരച്ഛേദം ചെയ്യുവാൻ ഉത്തരവിട്ടു. പടയാളികൾ മുള്ളുകൊണ്ടുള്ള ഇരുമ്പ് ചക്രം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉരുട്ടുകയും തുടർന്നും ജീവൻ നിലകൊണ്ട വിശുദ്ധനെ ശിരച്ഛേദം ചെയ്യുകയുമാണുണ്ടായത്. അദ്ദേഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. വളരെ ശക്തമായ വിധത്തിൽ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് മർദ്ദിച്ചു. എല്ലാ വിധത്തിലുള്ള മർദ്ദനങ്ങൾ, ചാട്ടവാറടി എല്ലാം. അത് സഹിക്കാൻ സാധിക്കാത്ത നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, എന്നെ സഹായിക്കണമേ എന്ന്. അപ്പോൾ ഈശോ പ്രത്യേകമായിട്ട് അടുത്തെത്തി കുരിശുകൊണ്ട്, നീ സഹിക്കുമ്പോൾ ഞാൻ തന്നെയാണ് സഹിക്കുന്നത്, നിനക്കായി ഞാനൊരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓർക്കാം. നീ സഹിക്കുമ്പോൾ ഞാനും കൂടെയാണ് സഹിക്കുന്നത്, നിനക്കായി ഞാൻ നല്ല കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ ശക്തിപ്പെടുത്തി. തടവറയിലായിരിക്കുമ്പോൾ വീണ്ടും ക്രിസ്തു അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി.
ആ വീണ്ടും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിക്ടർ ഈ അവസരത്തിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കുമെന്ന് കരുതി വീണ്ടും മാക്സിമിയൻ ചക്രവർത്തി പ്രലോഭിപ്പിക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ പ്രലോഭനത്തിൽ വീഴാതെ ധീരതയോടുകൂടി അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തത്. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് ധീരതയോടുകൂടി അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം ആരാധിക്കുവാൻ തയ്യാറായില്ല. ഒരു മൺ പ്രതിമ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, പൂജിക്കുവാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് തൊഴിക്കുകയാണ് ചെയ്തത്. ഇതിൽ കലി പൂണ്ട ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കാലുകൾ ഛേദിച്ചു. തുടർന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരെയും വധിച്ചു. വധിച്ചതിന് ശേഷം കടലിലെറിഞ്ഞു. വിശ്വാസികൾ അവരുടെ ശരീരം എടുത്ത് പ്രത്യേകമായിട്ട് സംസ്കരിച്ചു. ജൂലൈ 21 വിശുദ്ധൻ്റെ ഓർമ്മ. വിശുദ്ധ വിക്ടർ രക്തസാക്ഷി, സഭയിലെ വളരെ അറിയപ്പെടുന്ന വലിയൊരു രക്തസാക്ഷിയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ വിക്ടറിനെ പോലെ ധീരതയോടെ വിശ്വാസം ഏറ്റുപറഞ്ഞ വലിയ വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമോസ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഷ്യ മൈനറിലാണ്. ഏഷ്യ മൈനറിൽ ഒരു സാധാരണ പൊക്കം കുറവായിരുന്നു മാക്സിമോസിന്, ഒരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട്. എന്നാൽ അദ്ദേഹത്തിന് വ്യാപാരമായിരുന്നു ജീവിതമാർഗം. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ കാലഘട്ടം ചക്രവർത്തിയും പ്രത്യേകമായിട്ടുള്ള കൽപ്പന നൽകിയിരിക്കുകയാണ്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാം. ഏഷ്യ മൈനറിലെ ഗവർണർ, ആ പ്രദേശത്തുള്ള ഭരണാധികാരി പീഡിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടി ക്രിസ്ത്യാനികൾ പലായനം ചെയ്യേണ്ടി വന്നു. പലയിടത്തും വലിയ പീഡകൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ വിശുദ്ധ മാക്സിമോസ് ഈ അവസരത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഭരണാധികാരിയുടെ അടുത്തേക്ക് എത്തി. വിശ്വാസികളെ പീഡിപ്പിക്കുന്നത് തിന്മയാണെന്നും തെറ്റാണെന്നും പഠിപ്പിക്കുകയാണ് ആവശ്യപ്പെട്ടു. അത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഭരണാധികാരി ചോദിച്ചു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് മാക്സിമൂസ് എന്നായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ഈശോയുടെ അടിമ. നീ ഈ ദേവന് ബലിയർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? ഞാൻ ഒരു ദേവനും ബലിയർപ്പിക്കുവാൻ തയ്യാറായി അല്ല. ഏകരക്ഷകൻ ക്രിസ്തു, അവൻ മാത്രമാണ് രക്ഷകനായിട്ടുള്ളത്. ഞാൻ മറ്റാരുടെയും മുമ്പിൽ തലകുനിക്കുകയില്ല. നിനക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? നിന്റെ ജീവൻ പോകുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? എൻ്റെ ജീവൻ പോകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നത് എത്രയോ മഹത്തായ കാര്യം. മാക്സിമൂസ് ധീരതയോടുകൂടി അവിടെ ഉദ്ഘോഷിക്കുകയാണ്. എന്നാൽ മാക്സിമൂസിൻ്റെ ഈ വിശ്വാസികൾക്ക് വേണ്ടി പീഡനം നിർത്തുന്നതിന് വേണ്ടിയുള്ള അവകാശവാദം, ഈ ഭരണാധികാരിയുടെ അടുത്തുള്ള അഭ്യർത്ഥന ഒന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഡയാന ദേവന് ബലിയർപ്പിക്കുകയില്ല എന്ന് കാർക്കശ്യ ഭാവത്തിൽ മാക്സിമൂസ് തിരിച്ചടിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഭരണാധികാരി മാക്സിമൂസിനെ പീഡിപ്പിക്കുകയാണ്. ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് നിത്യജീവനാകുന്ന അമൂല്യരത്നം നേടിയെടുത്ത വിവേകിയായ വ്യാപാരിയായിരുന്നു വിശുദ്ധ മാക്സിമൂസ്. പീഡനങ്ങളിൽ മാക്സിമൂസ് പ്രകടിപ്പിച്ച ധീരതയും വിശ്വാസവും വിശ്വാസികൾക്ക് പ്രചോദനമാണ്. റോമാ ചക്രവർത്തി ഡേസിയൂസിൻ്റെ ഭരണകാലത്ത് താനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഭരണാധികാരികൾക്ക് മുമ്പിൽ സ്വയം സാക്ഷ്യപ്പെടുത്തി. ദാരുണമായി പീഡിപ്പിക്കുന്ന വിശ്വാസികൾക്കും രക്തസാക്ഷികൾക്കും വിശുദ്ധൻ ഉത്തേജനമായി മാറി. മാക്സിമൂസ് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ ധൈര്യസമേതം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഡയാനാദേവന് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ച വിശുദ്ധനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവിടുകയും പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി അപ്രകാരം ശിക്ഷ നടപ്പാക്കുകയുമാണുണ്ടായത്. എത്രയോ മഹത്തായ ജീവിതമാണ് അവിടത്തേക്ക് നൽകുന്നത്.
ധീരതയോടുകൂടി ഭരണാധികാരിയുടെ അടുത്തേക്ക് ചെല്ലുക, ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുക, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, എന്നെയും വധിച്ചുകൊള്ളൂ എന്ന് പറയുക. എന്തൊരു ജീവിതം! വലിയ വ്യാപാരം നടത്തിയ വലിയ പണക്കാരനായിട്ടുള്ളൊരു വ്യക്തി, എന്നാൽ യേശുവിനെ ഏറ്റുപറയുന്നതിൽ, അവൻ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നതിൽ എന്തൊരു ധീരത, എന്തൊരു ശക്തി, എന്തൊരു കരുത്ത്! അത് ദൈവം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയുമാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ കരുണയ്ക്കും കൃപയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വിക്ടറും വിശുദ്ധ മാക്സിമ്യൂസും രണ്ടുപേരും ഒരേപോലെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പതറിയില്ല എന്ന് മാത്രമല്ല, ധീരതയോടെ പ്രതിസന്ധിയെ നേരിട്ടവരാണ്. നമുക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമാണ്. ഈശോ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അതിൽ ഭീതി പൂണ്ട ഹെറോദസ് കുഞ്ഞുങ്ങളെല്ലാം വധിച്ചു. രക്തസാക്ഷിയെ അവർ ആദ്യത്തെ രക്തസാക്ഷികളായി തീർന്നു. ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങൾ. എന്നാൽ യേശുവിന് വേണ്ടി ആ രക്തസാക്ഷിത്വം സഭയ്ക്ക് ജന്മം നൽകുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകം ഹൃദയത്തിൽ സൂക്ഷിക്കാം രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം. ഇന്നീ ആ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടുന്ന സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കയിൽ, മെക്സിക്കോയിൽ, ആഫ്രിക്കയിൽ, മറ്റ് പല സ്ഥലങ്ങളിൽ വേദനിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്കൊന്ന് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധീരതയോടുകൂടി രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള അവരെക്കുറിച്ച് നമുക്ക് പഠിക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന രക്തസാക്ഷിത്വത്തിനുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വേണ്ട എന്ന് വെക്കുമ്പോൾ, ഈ നോമ്പ് കാലത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, മറന്നു കളയുമ്പോൾ നമുക്ക് സഭയോടൊപ്പം നിൽക്കാം. രക്തസാക്ഷിത്വം നമ്മുടെ ജീവിതത്തിലും ധീരതയോടുകൂടി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സ് തളരാതെ അതിനെ നേരിടാനുള്ള കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. നമുക്കത് ഏറ്റെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വിക്ടറും വിശുദ്ധ മാക്സിമ്യൂസും നമുക്ക് സഹായമായി വരട്ടെ. അവരുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ഞങ്ങളുടെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പ്രിയപ്പെട്ട വിശുദ്ധരെ, നിങ്ങൾ കടന്നു വരികയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തോട് ഒപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ അവിടുന്ന് സന്നിഹിതരായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിങ്ങൾ നേരിട്ടതുപോലെ ഏത് പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടുന്നതിനുള്ള കരുത്ത്, ശക്തി, ധൈര്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. രക്തസാക്ഷികളുടെ ധീരത ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.